അറിയിക്കുന്നു. പരിമണത്തമ്മയുടെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ മസ്തകമുയർത്തിയത് അഭിമാനത്തോടുകൂടി 7.5 പതിറ്റാണ്ടിന്റെ ചരിത്രം പേരാറിന്റെ തീരങ്ങൾ തൊട്ടറിഞ്ഞ കോട്ടയത്തിന്റെ അക്ഷരപ്പെരുമയുടെ പ്രിയപ്പെട്ടവർ ഏറ്റുമാനൂർ ഉഷശ്രീയിൽ രവിസാറിന്റെ സ്വന്തം വാത്സല്യം, സ്വന്തം പ്രിയപ്പെട്ട ഉഷശ്രീ ശങ്കരൻകുട്ടിയുടെ അരിമയായ പപ്പാൻ നന്ദുവിന്റെ സഹായത്തോടെ ആനത്തറയിലേക്ക് കടന്നിരിക്കുകയാണ്. അരിമയായ അമ്പാടി ബാലൻ പുത്തൻകുളം മൊഴി നിവാസിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗജരാജൻ ആനത്തറയിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുകയാണ്. ഈ അരിമയെ പൊന്നുപോലെ നോക്കുന്നത് ഇതാ അമ്പാടി ബാലൻ കടന്നു വരികയാണ്. പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ആന കേരളത്തിൽ ലക്ഷണമൊത്ത ഒട്ടനവധി ഗജരാജാക്കന്മാർ സ്വന്തമായുള്ള ശ്രീ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പുത്തൻകുളം അനന്തപത്മനാഭൻ ഇതാ ആനത്തറയിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുകയാണ്. പുത്തൻകുളം അനന്തപത്മനാഭൻ ശ്രീ പൊന്നുഭഗവാന്റെ തിരുമുമ്പിലൂടെ പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ആന കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗജരാജൻ പുത്തൻകുളം അനന്തപത്മനാഭൻ കടന്നു വരികയാണ്. അടുത്തതായി ആക്കാവുള ഗ്രൂപ്പിന്റെ അധീനതയിലുള്ള ആക്കാവുള വിഷ്ണുനാരായണൻ മാമ്പി ചേർത്തല മാമ്പിയുടെ അരിമയായ ആക്കാവുള വിഷ്ണുനാരായണൻ ആനത്തറയിലേക്ക് കടന്നു വരികയായി. ലക്ഷണമൊത്ത ഗജരാജാക്കന്മാരുടെ ആക്കാവുള വിഷ്ണുനാരായണൻ വേളത്തറയിലേക്ക് കടന്നു വരികയായി. ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവേറിയ ഉത്സവ ആഘോഷങ്ങളുടെ സമൃദ്ധിയിൽ ഇതാ ഗജരാജാക്കന്മാർ ആനത്തറയിൽ നിറഞ്ഞിരിക്കുന്നു. മറ്റ് 3 ആനകൾ ദയവായി തലപ്പൊക്കം ആനപ്രേമികളുടെ കളിയെടുപ്പിന്റെ രാജാവ് 2013-2014 ആന കേരളത്തിന്റെ പ്രൗഢി വിളിച്ചറിയിച്ച മംഗലാംകുന്ന് കർണൻ എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗജരാജൻ 2000 മാടൻ തമ്പുരാന്റെ തിരുസന്നിധിയിൽ ജേതാവായ ഭാരത് വിനോദ് എന്ന ഗജരാജൻ 2024 ജനുവരി 23 അരങ്ങൊഴിഞ്ഞു. അങ്ങനെ ജനുവരിയിലെ വലിയ 2 നഷ്ടങ്ങളായി മംഗലാംകുന്ന് കണ്ണനും ഭാരത് വിനോദും. ഇവരുടെ ഓർമ്മകൾക്ക് പാലകാപ്പി ഗജപതി പുരസ്കാരത്തിന് വേണ്ടി ആനത്തറയിൽ ഒത്തുചേർന്നിരിക്കുന്ന ഗജരാജാക്കന്മാർ അവരുടെ അഭിവാദ്യം അറിയിക്കണം. ഒട്ടിപ്പിനോ മറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. കാരണം ഇത് ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തപ്പെടുന്ന പൊന്നുഭഗവാന്റെ മുന്നിലെ ഏറ്റവും ചൈതന്യമായ, ഏറ്റവും പ്രഭ നിറഞ്ഞ ആചാരമാണ്. യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് കൂടി അറിയിക്കുകയാണ്. ആദ്യ റൗണ്ട് ഇപ്പോൾ തലയെടുപ്പിനായി ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന തലയെടുപ്പിനായി ആദ്യ റൗണ്ടിൽ ഇതാ ഗജരാജാക്കന്മാർ അണിനിരന്നിരിക്കുകയാണ്. പരിമണം വിഷ്ണുവും ഉഷശ്രീ ശങ്കരൻകുട്ടിയും ആമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവുള വിഷ്ണുനാരായണനും ഇതാ തല ഉയർത്തി അഭിമാനത്തിന്റെ മസ്തകം ആകാശത്തേക്ക് ഉയർത്തി ഇതാ തലയെടുപ്പിന്റെ ആവേശം ചേർത്ത് ഭഗവാന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ഒന്ന് ഭഗവാന്റെ തിരുമുമ്പിലേക്ക് ഇതാ ഗജരാജാക്കന്മാർ തലയുയർത്തി നിൽക്കുകയാണ്. പരിമണത്തമ്മയുടെ വെളിപ്പുറത്തുള്ള ഏറ്റവും വാത്സല്യം നിറഞ്ഞ പരിമണം വിഷ്ണു എന്ന ഗജരാജനും ഒപ്പം ഏറ്റുമാനൂരിന്റെ കോട്ടയത്തിന്റെ അക്ഷരനഗരിയുടെ പ്രിയപ്പെട്ട ആന കേരളത്തിന്റെ പ്രിയപ്പെട്ടവനായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും
നന്ദുവന്ന പപ്പാന്റെ കരുത്തിലേറി ഇതാ ഉഷശ്രീ ശങ്കരൻകുട്ടിയും ഒപ്പം പുത്തൻകുളം മോളി നിവാസിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ലക്കിടി മണി പാപ്പാനായിട്ടുള്ള ആമ്പാടി ബാലനും ഒപ്പം പുത്തൻകുളം അനന്തപത്മനാഭൻ ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ഗജരാജനുമാണ് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത്. ആദ്യ റൗണ്ട് അവസാനിച്ചതായി അറിയിക്കുകയാണ്. രണ്ടാം റൗണ്ടിലേക്ക് ആനയെ സജ്ജമാക്കി നിർത്തുക. രണ്ടാം റൗണ്ടിലേക്ക് ഇവിടെ നിന്ന് പറയുന്ന സമയത്ത് തലയെടുപ്പിനായി ആനകളെ സജ്ജമാക്കുവാൻ പാപ്പാന്മാരോട് അറിയിക്കുന്നു. രണ്ടാം റൗണ്ടാണ്. 2024 ബാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് ആരാണെന്നർത്ഥം അറിയുന്നതിനായി രണ്ടാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ആലത്തറയിൽ പരിമളം വിഷ്ണുവും ഉഷശ്രീ ശങ്കരൻകുട്ടിയും അമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവുള വിഷ്ണു നാരായണനുമാണ് ഇപ്പോൾ തലയെടുപ്പിനായി രണ്ടാം റൗണ്ടിലേക്ക് സജ്ജമായിരിക്കുന്നത്. യാതൊരു കാരണവശാലും ആനകളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പാപ്പാന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. കാരണം ഒരു മത്സരത്തിനപ്പുറം ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു നിറവിലേറിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് 75 വർഷത്തിലേറെയായി ലക്ഷണമൊത്ത കേരളത്തിലെ ഗജരാജാക്കന്മാർ അണിനിരന്ന ആനത്തറയിലാണ് ഇപ്പോൾ 2024 ബാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് അർഹരാരാണെന്ന് അറിയുന്നതിനായി ഗജരാജാക്കന്മാർ നിരന്നിരിക്കുന്നത്. രണ്ടാം റൗണ്ട് തലയെടുപ്പിനായി രണ്ടാം റൗണ്ടിലേക്ക് സജ്ജമാക്കിയിരിക്കുകയാണ്. രണ്ടാം റൗണ്ട് അവസാനിച്ചതായി അറിയിക്കുന്നു. 2024 ബാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് ആചാരാനുഷ്ഠാനങ്ങളോടെ 7.5 പതിറ്റാണ്ട് വിശ്വാസമുദ്രയിലേറി നടത്തപ്പെടുന്ന ചിട്ടവട്ടങ്ങളോടെ നടത്തപ്പെടുന്ന ആനത്തറയിലെ പ്രത്യേക ആചാരം. ഇതിന്റെ രണ്ടാം റൗണ്ടാണ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. പരിമളം വിഷ്ണുവും ഉഷശ്രീ ശങ്കരൻകുട്ടിയും ആമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവുള വിഷ്ണു നാരായണനും തുടങ്ങിയ ഗജരാജാക്കന്മാരാണ് ഇപ്പോൾ ആനത്തറയിൽ നിൽക്കുന്നത്. ഈ റൗണ്ടിലൂടെ 2024 ബാലകാപ്യ ഗജപതി പുരസ്കാരം ആർക്കെന്നറിയുവാനായി കാത്തിരിക്കുകയാണ്. പരിമളം വിഷ്ണുവും ഒപ്പം ഉഷശ്രീ ശങ്കരൻകുട്ടിയും ആമ്പാടി ബാലനും പുത്തൻകുളം അനന്തപത്മനാഭനും ആക്കാവുള വിഷ്ണുനാരായണനും ചേർന്ന് ഗജരാജാക്കന്മാർ ഇതാ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന 75 വർഷമായി പൊന്നുഭഗവാന്റെ തിരുമുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനത്തറയിൽ സംഘടിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലേറിയ തലയെടുപ്പ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും തത്സമയം കാണുവാൻ പരിമളത്തമ്മയുടെ വെളിപ്പുറത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട പരിമളം വിഷ്ണുവും അക്ഷരനഗരിയായ കോട്ടയത്ത് കേരളത്തിന്റെ ആനപ്പെരുമയുടെ ഗരിമയറിയിച്ച ഉഷശ്രീ ശങ്കരൻകുട്ടിയും നന്ദുവന്ന പപ്പാന്റെ ഏറ്റവും അരുമയായ ഉഷശ്രീ ശങ്കരൻകുട്ടിയും പുത്തൻകുളം മോളി വിലാസത്തിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ലക്കിടിമണി പാപ്പാനായിട്ടുള്ള ആമ്പാടി ബാലനും പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള
പുത്തൻകുളം അനന്തപത്മനാഭനും ആലത്തൂർ മണി പാപ്പാനായിട്ടുള്ള പുത്തൻകുളം അനന്തപത്മനാഭനും പൊന്നുഭഗവാന്റെ തിടമ്പേറ്റിയ മാമ്പി പാപ്പാനായിട്ടുള്ള ആക്കാവിലെ വിഷ്ണുനാരായണനാണ്. ഫെബ്രുവരി 27 ശുഭമുഹൂർത്തത്തിൽ കൊടിയേന്തി 15 നാൾ നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾ നടനകലയുടെ നവളവാളുകൾ പൂത്ത ഗജപതി പുരസ്കാരം പാലകാപ്യാമുനിയുടെ നാമാക്ഷങ്ങൾ കൊണ്ട് ബഹുമതി നേടുന്ന ഈ പുരസ്കാരം ലക്ഷണമൊത്ത കേരളത്തിലെ ഗജരാജാക്കന്മാർ ഏറ്റുവാങ്ങിയ പൊന്നുമാടൻ തമ്പുരാന്റെ തിരുമുമ്പിൽ ഇക്കുറി പാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് ആയി അണിനിരന്നിരുന്ന 5 ഗജരാജാക്കന്മാർ അതിൽ നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ലക്ഷണമൊത്ത ഗജരാജാക്കന്മാർ സ്വന്തമായുള്ള ലക്ഷ്മി എന്ന ആനയുടെ അപൂർവമായ ജനനത്തിന് സാക്ഷ്യം വഹിച്ച പുത്തൻകുളം കടലും കായലും കവിതയും കരയും കവിതയും കരിമീനും കയറും സമൃദ്ധമാക്കിയ കായലും കടലും ചേരുന്ന പുത്തൻകുളത്ത് നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പുത്തൻകുളം ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പുത്തൻകുളം അനന്തപത്മനാഭനാണ് 3ാമതായി എത്തിച്ചേർന്നിരിക്കുന്നത്. അനന്തപത്മനാഭനെ നേർച്ചയായി കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ പ്രിയപ്പെട്ട ഷാൻ ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേരുക. ഈ പാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് അർഹനായ ഗജരാജനാണ്. തിരുത്തിയില്ല 2023 ആ പുരസ്കാരത്തിന് അർഹനായ ആമ്പാടി ബാലനാണ്. ആമ്പാടി ബാലൻ പാലകാപ്യ 2024 ഗജപതി പുരസ്കാരത്തിന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അംഗീകാരം അതിനർഹനായത് ആമ്പാടി ബാലനാണ്. കടലും കായലും കരിമീനും കവിതയും കഥകളിയും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിന് സമീപത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. ആമ്പാടി ബാലൻ എന്ന ഗജരാജനെ കൊണ്ടുവരിക. മംഗലാകുന്ന കർണന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ മണ്ണടരുകൾ, ഭരത് വിനോദിന്റെ ഓർമ്മകൾ നിറഞ്ഞ മണ്ണടരുകൾ ജനുവരിയിലെ വലിയ നഷ്ടങ്ങളായി അടയാളപ്പെടുത്തുന്ന കലണ്ടറിലെ അക്കമായി തീരുന്ന 2 ഗജരാജാക്കന്മാരുടെയും ഓർമ്മകൾ നിറഞ്ഞ ഇടത്താണ് ദേശദേവൻ വലിയവിള പൊന്നുമാടൻ തമ്പുരാന്റെ 2024 പാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആമ്പാടി ബാലനാണ്. ഇതാ ഗജരാജൻ അവന്റെ അഭിമാന മസ്തകമുയർത്തി ഇതാ സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. 2023 കലിയാമന്ത്രമായി ചരിത്രത്തിൽ തീർച്ചയായും നൽകുന്നത് ഈ പാലകാപ്യ ഗജപതി പുരസ്കാരം നേർച്ചയാകുന്നത് ശ്രീസജയ പോലിക്കൻ ഐഡിയാണ് ഈ സമ്മാനം നൽകുന്നത്. ആമ്പാടി ബാലനെ നേർച്ചയായി കൊണ്ടുവന്ന വ്യക്തി ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുകയാണ്. ദയവായി പൗരസഭയുടെ സമ്മാനം നൽകുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഒന്നാം സമ്മാനമായി 10,000 രൂപ ക്യാഷ് അവാർഡ് നൽകുകയാണ്. ഒന്നാം സമ്മാനമായി 10,000 രൂപ ക്യാഷ് അവാർഡ് നൽകുകയാണ്.
ഹെൽമെറ്റ് വലിയ വില 5000 രൂപ. ശിവദത്ത് ശ്രീ ശിവ ബേക്കേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. പഞ്ചനടികത്ത് ദാമോദരന്റെയും കമലമ്മയുടെയും ഓർമ്മയ്ക്കായി മകൾ കുമാരി നൽകുന്ന ക്യാഷ് അവാർഡ്. ലീജ നിവാസിൽ പരേതരായ വാസുദേവന്റെയും വിലാസിനിയുടെയും ഓർമ്മയ്ക്കായി മക്കൾ നൽകുന്ന ക്യാഷ് അവാർഡ് എന്നിവ നൽകുന്നതാണ്. 1001 രൂപയും ഒരു ജോഡി ഡ്രസ്സും. വഞ്ചിയിൽ കുടുംബസമിതിക്ക് വേണ്ടി ഷിജി നൽകുന്ന 501 രൂപ. അങ്ങനെ പാലക്കാടിന്റെ വശത ചേർത്ത പലങ്കാടുകളിൽ നിന്നെത്തി അമ്പാടി ബാലന്റെ പ്രിയപ്പെട്ടവനായി തീർന്ന ലക്കടി വഴിയാണ് ഈ സമ്മാനം. തീർച്ചയായി എഴുന്നള്ളിച്ച വിജിത് നിവാസ് ഹരിയമ്മ